കെ.എൻ. കണ്ണോത്തിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ഇന്ന് കാലത്ത് അന്തരിച്ച പയ്യന്നൂരിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് INTUC നേതാവും സഹകാരിയുമായ കണ്ണോത്ത് കുഞ്ഞികൃഷ്ണൻ നായർ എന്ന കെ.എൻ. കണ്ണോത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേർ അദ്ദേഹത്തിൻ്റെ കേളോത്തുള്ള വസതിയിലെത്തി. സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ്, കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, പയ്യന്നൂർ കോപ്പറേറ്റീവ് സ്റ്റോർ പ്രസിഡന്റ്, ജില്ലാ കോൺഗ്രസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ തുടങ്ങിയ നിരവധി മണ്ഡലങ്ങളിൽ മാതൃകാപരമായ നേതൃത്വം നൽകിയ വ്യക്തിത്വമായിരുന്നു കെ.എൻ. കണ്ണോത്തിൻ്റേത്. 1996 പയ്യന്നൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അന്ന് എതിർ സ്ഥാനാർത്ഥി. ഏവർക്കും മാതൃകയായ വ്യക്തിയും നേതാവുമായിരുന്നു കെ.എൻ. കണ്ണോത്തെന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ നിരവധി നേതാക്കൾ വടക്കൻ വാർത്തകളോട് പറഞ്ഞു. കെ.എൻ. കണ്ണോത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീരദേശാഭിമാനിയായ കോൺഗ്രസ് നേതാവ്. അദ്ദേഹത്തിൻ്റെ വിയോഗം പയ്യന്നൂരിനും കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും വലിയൊരു നഷ്ടമാണ്. ഇന്ത്യൻ റെയിൽവേ ജീവനക്കാരനായിരുന്ന കണ്ണോത്ത് റെയിൽവേ ജീവനക്കാരെ സംഘടിപ്പിച്ച് ഐതിഹാസികമായ സമരത്തിന് കേരളത്തിൽ നേതൃത്വം നൽകി. ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്ന നിലയിൽ പയ്യന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ, വഴിയോര കച്ചവടക്കാരെ സംഘടിപ്പിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ട്രേഡ് യൂണിയൻ നേതാവ് എന്ന രൂപത്തിൽ എല്ലാവരുടെയും അംഗീകാരവും ആദരവും പിടിച്ചുപറ്റുകയും ചെയ്ത, അതിനപ്പുറമായി പയ്യന്നൂരിൻ്റെ സഹകരണ മേഖലയിൽ പയ്യന്നൂർ കോപ്പറേറ്റീവ് സ്റ്റോറിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ച് സംസ്ഥാനത്തെ അവാർഡ് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു സഹകാരി എന്ന നിലയിൽ, ഒരു ട്രേഡ് യൂണിയൻ നേതാവ് എന്ന രൂപത്തിൽ, ഒരു കോൺഗ്രസിൻ്റെ എല്ലാ ജീവാംശത്തിലും കോൺഗ്രസ് വികാരം തുടിച്ചു നിൽക്കുന്ന മനുഷ്യസ്നേഹിയായ കരുണാമയനായ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാവരെയും പറ്റുന്ന വിധത്തിൽ സഹായിക്കാനും സ്വാതന്ത്ര്യവും സ്നേഹവും വാത്സല്യവും പകർന്നു നൽകാനും പരിശ്രമിച്ചിരുന്ന കണ്ണോത്തിൻ്റെ വേർപാട് സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ജീവിച്ചിരിക്കുന്ന അപൂർവം മഹത് വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഏതാണ്ട് 9.5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവാനുഗ്രഹവും ഈശാനുഗ്രഹവും നിറഞ്ഞതാണ്. അത് അദ്ദേഹത്തിന് കിട്ടിയ അനുഗ്രഹവും വരദാനവും സമൂഹത്തിന് പകർന്നു നൽകുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. അദ്ദേഹത്തിൻ്റെ വേർപാട് കോൺഗ്രസിനും ജനാധിപത്യ പ്രസ്ഥാനത്തിനും പയ്യന്നൂരിനും വിശേഷിച്ച കേരളത്തിനുണ്ടായ നഷ്ടം വളരെ വലുതാണ്. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ച വിവരവും എല്ലാവർക്കും അറിയാം. ആ പുണ്യാത്മാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പയ്യന്നൂരിൻ്റെ രാഷ്ട്രീയ രംഗത്ത് സവിശേഷമായിട്ടുള്ള ഒരു സ്ഥാനം നേടിയെടുത്തിട്ടുള്ള മനുഷ്യനാണ് ശ്രീ കെ.എൻ. കണ്ണോത്ത്. അദ്ദേഹം റെയിൽവേ തൊഴിലാളികളുടെ പ്രിയപ്പെട്ട നേതാവായി. 1974 ഐതിഹാസികമായിട്ടുള്ള റെയിൽവേ പണിമുടക്കിൽ ആദ്യം അറസ്റ്റ് വരിച്ചിട്ടുള്ള കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ശ്രീ കെ.എൻ. കണ്ണോത്ത്. അദ്ദേഹവുമായി ഗാഢമായിട്ടുള്ളൊരു ബന്ധം, കാരണം എൻ്റെ അച്ഛൻ റെയിൽവേയിൽ ജീവനക്കാരനായിരുന്നു. കെ.എൻ. കണ്ണോത്ത് റെയിൽവേയിലെ ജീവനക്കാരനായിരുന്നു. ആ നിലയിൽ റെയിൽവേയിലൊക്കെ ഉള്ളവരുടെ ഒരു സൗഹൃദവും ബന്ധവും അദ്ദേഹത്തുമായി ബന്ധപ്പെടുന്നതിന് ഞങ്ങൾക്ക് ഏറ്റവും സഹായകരമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവം. അദ്ദേഹം അടിയന്തരാവസ്ഥ കഴിയുന്നത് വരെ ജോർജ് ഫെർണാണ്ടസിന് നേതൃത്വം നൽകുന്ന യൂണിയനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായി ചേർന്ന് പോയിട്ടുള്ളവരാണ്. പിന്നീടാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെയും INTUCയുടെയും പ്രധാനപ്പെട്ട നേതാവായത്. പയ്യന്നൂരിൽ ശ്രീ പിണറായി വിജയനെതിരായിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് മത്സരിച്ചത് 96. ഈ കേരളം ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് ചെന്ന് വീണപ്പോൾ, അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ വളരെ താല്പര്യത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപയുടെ ചെക്ക് എടുത്തിട്ടാണ് ഞങ്ങളുടെ കയ്യിലേക്ക് അദ്ദേഹം തന്നത്. അദ്ദേഹത്തിന് അതിന് വേറൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകളൊന്നും അദ്ദേഹത്തിന് അതിന് തടസ്സമായിരുന്നില്ല. അദ്ദേഹം എപ്പോഴും ആ ഒരു മനസ്സ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും പയ്യന്നൂരിലെ രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നൊരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള അവസാനത്തെ കണ്ണികളിൽ ഒരാളാണ് ശ്രീ കെ.എൻ. കണ്ണോത്ത്.
അദ്ദേഹത്തിൻ്റെ വിയോഗം പയ്യന്നൂരിനെ സംബന്ധിച്ച് വിശേഷിച്ച് ഞങ്ങൾ കേളോത്തുകാരെ സംബന്ധിച്ചും ഏറ്റവും വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ സർവ്വ ആദരവും അർപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു സംശുദ്ധമായ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഉടമയായിരുന്നു KN കണ്ണോത്ത്. അത് റെയിൽവേയിലെ ഉന്നത ഓഫീസറായിട്ടാണ് അദ്ദേഹം ജോലി നിന്നും റിട്ടയർഡായത്. അവിടെ തന്നെ അദ്ദേഹം അതിൻ്റെ ആ യൂണിയൻ അവരുടെ ആ ജീവനക്കാരുടെയും അദ്ദേഹം പ്രതിദാനം ചെയ്ത ആ ട്രേഡ് യൂണിയൻ്റെയും ഒക്കെ രംഗത്ത് വലിയ ഒരു മാറ്റങ്ങൾ വരുത്തുവാനും എല്ലാ രീതിയിലുള്ള ഇടപെടലുകൾ ആ രംഗത്ത് റെയിൽവേ രംഗത്ത് നടത്താനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ നിയമസഭയിലെ സ്ഥാനാർത്ഥിയായിരുന്നു. ആ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് നല്ല ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഹകാരി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സഹകരണ രംഗത്ത് പേരുകേട്ട ഒരു പ്രദേശമാണ് പയ്യന്നൂർ. അവിടെ തന്നെ ഏറ്റവും നല്ല ഒരു കോപ്പറേറ്റീവ് സ്റ്റോറിൻ്റെ നീണ്ടകാലം അതിൻ്റെ സാരഥ്യം വഹിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെ നല്ല സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് നിർണായകമായ സ്ഥാനമുണ്ടായിരുന്നു. DCC എക്സിക്യൂട്ടീവിൽ ആണെങ്കിലും DCC തലത്തിൽ, അതായത് ജില്ലയിലെ പാർട്ടി ലീഡർഷിപ്പുമായും സംസ്ഥാന ലീഡർഷിപ്പുമായും നല്ല ബന്ധം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന് വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് പയ്യന്നൂരിൻ്റെ പ്രദേശത്ത് മാത്രമല്ല നമുക്ക് മൊത്തം ഒരു നഷ്ടമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മാതൃകാ പൊതുപ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും ഈ പ്രദേശത്തുള്ള പാർട്ടിക്കും ഒക്കെ തീരെ നഷ്ടമാണ് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കും. അദ്ദേഹം തൊഴിലാളി രംഗത്ത് സജീവമായിരുന്നു. റെയിൽവേ മേഖലയിൽ, നിർമ്മാണ തൊഴിലാളി മേഖലയിൽ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയിൽ ട്രേഡ് യൂണിയനുകളെ നയിച്ചും എല്ലാ ട്രേഡ് യൂണിയനുകളും ചേർന്നുള്ള സംയുക്ത സംരംഭങ്ങളിൽ, പരിപാടികളിൽ, സമരങ്ങളിൽ ഒക്കെ അണിനിരന്നും അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. KN കണ്ണോത്തിൻ്റെ ഉജ്ജ്വലമായ സ്മരണയ്ക്ക് മുമ്പിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയും പയ്യന്നൂരിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിറസാന്നിധ്യവുമായിരുന്ന ഏവർക്കും ബഹുമാന്യായിട്ടുള്ള ശ്രീ KN കണ്ണോത്ത് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. പയ്യന്നൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളിലായാലും മറ്റ് ഏത് തരത്തിലുള്ള വിഷയങ്ങളിലായാലും ഏറ്റവും സജീവമായി ഇടപെടുകയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറെ ആദരണീയനായിട്ടുള്ള വ്യക്തിത്വവുമായിട്ട് നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു വലിയ സാന്നിധ്യമാണ് നമുക്ക് ഇന്നത്തോടുകൂടി ഇല്ലാതായിരിക്കുന്നത്. ആദരണീയനായിട്ടുള്ള ശ്രീ KN കണ്ണോത്തിൻ്റെ ആകസ്മികമായിട്ടുള്ള ഈ വേർപാടിൽ അഗാധമായിട്ടുള്ള ദുഃഖവും കുടുംബത്തോടൊപ്പം ചേർന്നുകൊണ്ട് അനുശോചനവും രേഖപ്പെടുത്തുന്നു. KC വേണുഗോപാൽ MP, MK രാഘവൻ MP, K സുധാകരൻ MP, രാജ്മോഹൻ ഉണ്ണിത്താൻ MP തുടങ്ങിയവർക്ക് വേണ്ടി റീത്ത് സമർപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി MB ജയരാജൻ, മുൻ MLA C കൃഷ്ണൻ, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, കണ്ണൂർ മുൻ മേയർ TO മോഹനൻ, ചന്ദ്രൻ തില്ലങ്കേരി, M നാരായണൻകുട്ടി, V നാരായണൻ, BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ തുടങ്ങിയ നിരവധി പ്രമുഖർ അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. ഭാര്യ പരേതിയായ VO പത്മാവതി ടീച്ചർ കേളോത്ത് സെൻട്രൽ UP സ്കൂൾ റിട്ടയർഡ് അധ്യാപികയായിരുന്നു. ജയശ്രീ VO, റിട്ടയർഡ് കേണൽ പ്രമോദ് VO, വിനോദ് കൃഷ്ണൻ എന്നിവരാണ് മക്കൾ. സംസ്കാരം വൈകുന്നേരം 4 മണിയോടെ കേളോത്ത് കൈവല്യം ശ്മശാനത്തിൽ നടന്നു. തുടർന്ന് നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, TI മധുസൂദനൻ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ലളിത, PT മാത്യു, P സന്തോഷ്, NP ഭാസ്കരൻ, MP രവീന്ദ്രൻ, ശശി വട്ടക്കൂവൽ, MP ഉണ്ണികൃഷ്ണൻ, AP നാരായണൻ, V നന്ദകുമാർ, KK സുരേഷ് കുമാർ, K ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം. നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് 5-6 സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയയ്ക്കുക. ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയയ്ക്കുക.